ഡോക്ടർ ആരിഫ് ഹുസൈൻ, രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഭീഷണിയായ ഒരു സംഘടന നിരോധിക്കപ്പെട്ടിട്ട് ഈ മാസം 29-ന് 2 വർഷം പൂർത്തിയാകാനിരിക്കുകയാണ്. 2047-ൽ ഭാരതത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുമെന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിച്ചവരുടെ ആഗോള ഭീകരബന്ധം NIA-യുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതീവ ഗുരുതരവും ഞെട്ടിപ്പിക്കുന്നതുമല്ലേ? നമസ്കാരം. വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണിത്. ചോദിച്ച ചോദ്യം അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഞെട്ടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പല വേദികളിലും പറയാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് ഇസ്ലാമിക ഭീകരത അത് നിലനിൽക്കുമ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട ഇത്തരം ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അതിൽ ആകൃഷ്ടരായി ആ വഴിക്ക് നീങ്ങി ഭീകരതയുടെ ഭാഗമായി കൊണ്ട് നിലനിൽക്കുന്ന ആളുകൾ, അവര് ലോകം മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് യൂറോപ്പ് അടക്കമുള്ള മേഖലകളിൽ, അവിടെ വിവിധ രാജ്യങ്ങളിൽ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യവുമായിട്ട് നിൽക്കുമ്പോൾ അത് ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോഴാണത് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന ഒരു രീതിയിൽ നിലനിന്നുകൊണ്ട് കാര്യങ്ങൾ കാണാനും അതിനു വേണ്ടിയിട്ട് പരിഹാരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിലും ഇന്ത്യ അതിലൊരു മാതൃകയാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വിഷയം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ അടുത്തൊന്നും മനസ്സിലായിട്ടുള്ള ഒരു വിഷയമാണോ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ട് എങ്ങനെയാണ് മതം ഒരു രാഷ്ട്രവാദത്തിലേക്ക് പോകുന്നത് എന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു രാജ്യമാണ്. കാലങ്ങൾക്ക് മുന്നേ തന്നെ, ലോകമൊക്കെ ഇത് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ മനസ്സിലാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്നും ആ തലത്തിൽ നിന്നും മാറി മറ്റു തലങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ ഡെക്കറേഷനൊക്കെ കൊടുത്തുകൊണ്ട്, അതായത് ഇത് ആളുകൾക്ക് ഒരു നല്ല കാര്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് വരെ അവതരിപ്പിച്ചുകൊണ്ട്, ഇത് ജനാധിപത്യത്തിന്റെ സംരക്ഷണം, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടുകാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാൽ പോലും അവർ ചാടി എഴുന്നേറ്റിട്ട് പറയാം, ഞങ്ങൾ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നു എന്നാണ് അവർ പറയുക. അവരുടെ മുദ്രാവാക്യം തന്നെ അതായിരുന്നു. അപ്പൊ അങ്ങനെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി നടന്നിരുന്ന ആളുകൾ എന്തായിരുന്നു സംരക്ഷിക്കാൻ ചെയ്യാൻ വേണ്ടി അവർ എഴുതി വെച്ചത് എന്താണ്? ആ ഡോക്യുമെന്റിലൊക്കെ ഉണ്ടായത് എന്താണ്? അവർ എഴുതി വെച്ചത് മിഷൻ 2047, ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കും എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചത്. അപ്പൊ ഇസ്ലാമിക രാജ്യമാക്കുക, ഇസ്ലാമിന്റെ ഭരണം കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ രീതിയിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ, മതേതരമായി നിലനിൽക്കേണ്ട സംവിധാനങ്ങളെ മതം കുത്തി നിറച്ചുകൊണ്ട് അട്ടിമറിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി, അത് ആണ് അവർ കൃത്യമായിട്ട് ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ന ഒരു കാര്യം. അതിൽ തന്നെ വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിൽ കൃത്യമായി എഴുതി വെച്ചത് എന്താണ്? ഇന്ത്യയിലെ പ്രശ്നങ്ങൾ, ഇപ്പൊ ബാബറി മസ്ജിദ് പോലെയുള്ള വിഷയങ്ങൾ പോലും അത് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിന് അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇരവാദം അവിടെ ഇറക്കി വെച്ചുകൊണ്ട് മുസ്ലിങ്ങളിലെ ആ ഒരു വൈകാരികത അത് ചൂഷണം ചെയ്യണം എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. അതുകൂടാതെ ഇവിടെ സംഭവിക്കുന്ന ഏത് ചെറിയ വിഷയമാണെങ്കിലും അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കൃത്യമായി അവരെ അതിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരണം, വൈകാരികമായിട്ട് അവരെ തളച്ചിടണം എന്ന് എഴുതി വെക്കുന്നു. അതെല്ലാം കൂടാതെ ആഗോളതലത്തിൽ പ്രസൻസ് ഉള്ള തീവ്രവാദ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ പരാമർശിച്ചിട്ടാണ് 2047 മിഷൻ ഡോക്യുമെന്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റർ കൺട്രീസ് എന്നുള്ള രീതിയിൽ, സഹോദര സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിൽ അവരെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇതെല്ലാം പച്ചയ്ക്ക് എഴുതി വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതാണ് ഇവിടെ. എന്നിട്ട് ഇവിടെ ഉള്ള പൊതു മാധ്യമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇവിടെയുള്ള പൊതു രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളോ ഞെട്ടുന്നത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, അവരപ്പോഴും ഇത് അവരല്ലേ, ന്യൂനപക്ഷമല്ല, ഇച്ചിരി ഭീകരവാദവും ഇച്ചിരി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ ഞെട്ടുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, ഇത് ഞെട്ടിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, ഇതില് ഒരു നിലപാട് പറയുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഖണ്ഡതയ്ക്കും അത് ഒരു സമാധാനപൂർവമായി നിലനിൽക്കേണ്ടതിന്റെ ആ ഒരു ആശയത്തിന്റെ കടക്കിൽ തന്നെ കത്തിവെക്കുന്ന ഒരു പരിപാടിയാണ്. ബംഗ്ലാദേശ് നമുക്ക് ഏറ്റവും ഒടുവിൽ തെളിവായിട്ട് നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇത് എങ്ങനെയാ നമുക്ക് ഞെട്ടാതെ ഇരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഇതിനു വേണ്ട മറുവാദങ്ങളെങ്കിലും ഉന്നയിക്കാതെ ഇരിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് കാണുമ്പോഴാണ് സത്യത്തിൽ ഇവിടെ ഞെട്ടലുണ്ടാവുന്നത്. അതല്ലാതെ ഇവർ ചെയ്ത കാര്യങ്ങളോ അതിൽ ഡോക്യുമെന്റിൽ എഴുതി വെച്ച കാര്യങ്ങളോ കാണുമ്പോഴല്ല സത്യത്തിൽ നമ്മൾ ഞെട്ടേണ്ടത് എന്നാണ് എനിക്ക് ഇപ്പോ ഇതിനകത്ത് പറയാനുള്ളത്. അല്ല ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടില് അതുപോലെ കർണാടകത്തില് ഒക്കെ PFIയുടെ വകഭേദങ്ങൾ ഉണ്ടെങ്കിലും
കേരളത്തിലാണ് അതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് കൃത്യമായിട്ട് NIA പറയുകയാണ്. അപ്പോൾ നോക്കൂ, കേരളത്തിൽ ഇസ്ലാം തീവ്രവാദത്തിൻ്റെ വേരുറപ്പ് ഉണ്ടായിട്ടും അത് ഈ മാറി മാറി വന്ന ഇവിടുത്തെ ഭരണകൂടങ്ങൾ കണ്ടില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കണ്ടിട്ടും കാണാതെ പോയി എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം, വസ്തുത? യെസ്, അത് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അത് കണ്ടില്ല എന്ന് നടിച്ചതാണ് എന്ന് പറയുന്നത് തന്നെയാണ് ശരി. കാരണം യെസ്, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കേരള സ്റ്റോറി മൂവി വന്ന സമയത്ത് നമ്മൾ ചർച്ചയാക്കിയ ഒരു വിഷയമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റിട്ടയർഡ് SP ചിലപ്പോൾ അതിനൊക്കെ കുറിച്ച് കൂടുതൽ പറഞ്ഞേക്കാം. എന്നാലും ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് ഒന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുന്നേ മൻമോഹൻജി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നിന്നും ഇല്ല, ഇവിടെ നിന്നും ആരും തന്നെ റിക്രൂട്ട്മെന്റിൽ പോയിട്ടില്ല, ISIS റിക്രൂട്ട്മെന്റിൽ ആരും പോയിട്ടില്ല, ഇന്ത്യയിൽ നിന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി വിശേഷം. അത് കഴിഞ്ഞ് ഇവിടെ ഭരണം മാറുന്നു, NIA ഒക്കെ കാര്യങ്ങൾ രംഗത്ത് വലിയ തോതിൽ സജീവമാകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ വന്ന റിപ്പോർട്ട് 2017 അവിടെ പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആളുകൾ പോയിരിക്കുന്നു, അതിൽ തന്നെ 21 ആളുകൾ പോയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ് എന്ന് പറയുന്ന റിപ്പോർട്ട് വരുന്നത് ആദ്യത്തെ റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവർ പോയത്? ഇവർ പോയത് ഏത് വർഷങ്ങളിലാണെന്ന് നോക്കുമ്പോൾ മൻമോഹൻ സിംഗ് ഒക്കെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അതേ കാലഘട്ടത്തിലാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അന്വേഷിക്കാനും തിരിച്ചറിയാനും ഇത് കണ്ടെത്താനും ഒക്കെയുള്ള വഴികൾ ഇവിടെ ഉണ്ടായിരിക്കും. NIA പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ അവരെ കൊണ്ട് അത് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ചെയ്തത് ഉറക്കെ പറയാനോ സാധിക്കാത്ത രീതിയിലേക്ക് വരുമ്പോൾ സത്യത്തിൽ ഇവിടെ കുഴപ്പത്തിലാകുന്നത് ആരാണ്? പൊതുജനം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആ ഒരു വ്യാപ്തി കുറയും. ഞാൻ പറയാ ഇത് കുഴപ്പത്തിലാക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്തരം വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതി ഉണ്ട്. മുസ്ലിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ ഇതുപോലെ തീവ്രവാദത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന തരം ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയേണ്ട ആളുകൾ അത് പറയാതിരിക്കുമ്പോൾ, ഇത് നോർമലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇത്തരം വിഷയങ്ങൾ പറയാതിരിക്കുമ്പോൾ, അന്നും ഞാനും വിശ്വാസിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളും ഇത്തരം ഈ ജിഹാദി ആശയങ്ങൾ അതാണ് ശരി, റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാരെ പോലുള്ള ആളുകൾ പറയുന്നതാണ് ശരിയെന്ന് ധരിച്ചു നടന്നിരുന്ന ഒരു കാലത്ത് നമ്മളെ ഇത് തെറ്റാണെന്ന് പറയേണ്ട ആളുകൾ അത് പറയുന്നില്ല. കാരണം ഒരു അപ്പീൽ ടു അതോറിറ്റി എപ്പോഴും ഉണ്ട് നമ്മളുടെ സമൂഹത്തിൽ പൊതുവെ നിൽക്കുന്നതാണ്. ഒരു വലിയൊരാൾ ഒരു കാര്യം പറഞ്ഞു, പോലീസുകാരൻ ഒരു കാര്യം പറയുന്നു, മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു, പ്രധാനമന്ത്രി ഒരു കാര്യം, അവരൊക്കെ വലിയ ആളുകളല്ലേ, അപ്പൊ അത് പറയുമ്പോൾ അത് ഒന്നുമില്ലാതെ അങ്ങനെ പറയോ എന്ന് ഒരു വലിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പൊതുജനം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്കും അതിനകത്ത് അതേ രീതി തന്നെയാണ് അവർക്കും പിന്തുടരാനുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുമ്പോൾ, പിണറായി വിജയനെ പോലെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് തെറ്റായ സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ അടക്കം ഉള്ള ആളുകൾ അത് തിരിച്ചറിയുന്നത്, വലിയ കുഴപ്പത്തിന്റെ വക്കത്തായിരുന്നല്ലോ നമ്മളൊക്കെ എന്ന് ചിന്തിച്ചു പോകുന്നപ്പോഴാണ്. അപ്പൊ ഇവിടെ ആരിഫ, ഭാരതത്തെ ഭാരതമായി കാണുന്ന മുസ്ലിങ്ങൾ, ഭാരതത്തിന്റെ ഐക്യം, അഖണ്ഡത, അതിലൊക്കെ 100% വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ട്, ബഹുഭൂരിപക്ഷവും അവരാണ്. പക്ഷേ എങ്കിലും അവർ പോലും പ്രതികരിക്കുന്നില്ലല്ലോ ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പരസ്യമായി രംഗത്ത്. എന്തുകൊണ്ട് അവർ വരുന്നില്ല? ഇപ്പം മുസ്ലിം മതപണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, എത്ര പേർ ഈ ഒരു ഭീഷണി അതിനെ ചെറുക്കണം എന്ന് സമുദായത്തിൽ ഉള്ളവരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകൾ. അങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പാകെ വന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? അത് പറയുമ്പോൾ വലിയ തമാശയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ മതം വിട്ട ആളുകളെ ബഹിഷ്കരിക്കാൻ ഇവിടുത്തെ മഹല്ല് സംവിധാനങ്ങള് വീടുകളിലേക്ക് കയറി വരുന്നു, പള്ളിയിൽ നിന്നൊക്കെ ആള് വരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മതം വിട്ടു എന്ന് അറിഞ്ഞു, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു സംഭവമായിട്ടൊക്കെ അത് മാറ്റുന്നതൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിനി ഈ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് ഞങ്ങളൊന്ന് തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു ഹുങ്ക് കാണിക്കുന്നത് നമ്മൾ കാണാം. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു മുസ്ലിം വീട്ടിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഭീകരവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ, ഒരു മുസ്ലിം ഇവിടെ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും വീട്ടിലേക്ക്, ഏതെങ്കിലും ഈ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ വീട്ടിലേക്ക്, ഏതെങ്കിലും ഒരു മഹല്ല് പള്ളിയിൽ നിന്ന് ഒരാളെങ്കിലും ചെന്നിട്ട് നിങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി പള്ളിയിൽ കയറ്റണമെന്ന് രണ്ടാമതൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നതിന്റെ ഒരു ചരിത്രം, ഒരു കഥ, ഒരു ചെറുത് ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. മതം വിട്ടു എന്നതിന്റെ പേരിലേക്ക് വീട്ടിൽ ചെന്ന് കയറിയതിന്റെ, അതല്ലെങ്കിൽ ഉസ്താദിനെ ഒന്ന് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞതിന്റെ രീതിയിൽ, അല്ലെങ്കിൽ ഇതുപോലെ കല്യാണത്തിന് കുറച്ച് ഒരു സംഗീതം പ്ലേ ചെയ്തു എന്നതിന്റെ പേരിലേക്കൊക്കെ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇതുപോലെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന മഹല്ല്
ആ മഹലില് ഇതുപോലെയുള്ള തലതൊട്ടപ്പന്മാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഭീകരവാദത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ, കള്ളക്കടത്ത് നടത്തി എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്ന് വേട്ട അതിനകത്ത് പിടിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വീടുകളിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു യുവാവ് യുവതി ഇതുപോലെ ഒരു സംഗതിയിൽ ഉണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, പത്രത്തിൽ വായിച്ചല്ലോ, എന്താണത് എന്ന് ചോദിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താണ്? ഇതാണ് ഇവിടുത്തെ വിഷയം. അതായത് മതത്തിന് വേണ്ടിയിട്ട് മതത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ബിൻ ലാദൻ ഇവിടെ കൊല്ലപ്പെട്ടപ്പോ ബിൻ ലാദന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച ഒരു നാടാണ് ഇത്. ബിൻ ലാദന് വേണ്ടി കവിത രചിക്കപ്പെട്ടിട്ടുള്ള നാടാണ് നമ്മുടേത്. പിന്നെ എങ്ങനെയാണ് ഈ സംഗതി ഇവിടെ നടക്കുക ഞാൻ ചോദിക്കുന്നത്. ഇത് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഭീകരവാദം എന്ന് പറയുന്ന സംഗതി അത് ഏതോ കുറച്ച് ആളുകൾ എന്തോ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല, അത് മുസ്ലിങ്ങളായിട്ടുള്ള ചില ആളുകളുടെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുമുണ്ടാവുന്ന അപകടമാണത്. തിരിച്ചു പറയണമെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഇത് മുസ്ലിമിന്റെ കുഴപ്പമല്ല. ഈ ഭീകരവാദിയായ ഒസാമ ബിൻ ലാദൻ പോലും അയാളുടെ തലയിൽ ഇരിക്കുന്ന ഇസ്ലാമാണ് കുഴപ്പമുണ്ടാക്കിയത്. അയാളിൽ നിന്നും ആ ഇസ്ലാം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അയാൾ നല്ലൊരു മനുഷ്യനാണെന്നല്ലേ നമ്മൾ പറയേണ്ടത്. അത് ഏത് മുസ്ലിമിന് ബാധകമല്ലേ? അപ്പൊ ഇവിടെ ഈ ആശയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില മുസ്ലിങ്ങളുടെ തലയിലേക്ക് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത് ഇത് മുസ്ലിം വിരുദ്ധതയിലേക്ക് പോലും പോകുന്നു. ഏത് മുസ്ലിമിനെയാണ് കുടിച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാന്ന് പൊതുസമൂഹം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ഈ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളും ഈ പൊതു രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളാണ്. അതാണ് നമ്മൾ പറയുന്നത്. ആശയം അത് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാൻ ചെറിയൊരു അനുഭവം പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു സുഹൃത്ത്, മീൻസ് ഞാൻ നടത്തുന്ന പരിപാടിയിലേക്ക് വിളിച്ച ഒരാള്, പുള്ളി സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നെ വിളിച്ച് നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാണ്. താങ്കളുടെ പ്രസംഗവും ഇതുപോലുള്ള സംഗതികളൊക്കെ കേട്ട് ഞാൻ പണ്ട് ഒരു അഴകുഴമ്പൻ വിശ്വാസിയായിരുന്നു, ഞാനിപ്പോ ഒരു സലഫിയായി, അതിന് നന്ദിയുണ്ട് എന്ന് പറയാൻ വന്ന് വിളിച്ചതാണ്. ഞാൻ ആളോട് തിരിച്ചു ചോദിച്ചു, ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഓണം ഉണ്ണാറുണ്ടോ, ക്രിസ്മസിന് കേക്ക് മുറിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഞാൻ ഈ പറഞ്ഞ അഴകുഴമ്പൻ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓണം ഉണ്ണും, അവൻ ഇതുപോലെ ക്രിസ്മസിന് കേക്ക് മുറിക്കും, അവൻ വിഷുവിന് പടക്കം പൊട്ടിക്കും. അതേസമയം അവൻ സലഫി ആകുന്നു, യഥാർത്ഥ വിശ്വാസിയാകുന്നു, യഥാർത്ഥ ഇസ്ലാമിലേക്ക് ചെന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ അവന് ഓണം ഉണ്ണാൻ കഴിയില്ല, ഓണം ഹറാമാണ്. അവന് പിന്നെ ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ കഴിയില്ല, കേക്ക് മുറിക്കൽ ഹറാമാണ്. വിഷുവിന് പടക്കം പൊട്ടിക്കാൻ കഴിയില്ല, അത് ഹറാമായി മാറുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ മതത്തിലേക്ക് കൂടുതൽ അടുക്കും തോറും എന്താ മാറ്റം ഉണ്ടായത്? വ്യക്തി ഒന്ന് തന്നെയാണ്, പക്ഷെ ആ വ്യക്തിയുടെ തലയിൽ ഇരുന്ന സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഈ സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ പ്രശ്നം. അത് നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ ആശയത്തിന്റെ പിന്നിൽ നടക്കുന്ന ആളുകളാണ് ഈ പോപ്പുലർ ഫ്രണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ.